أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സബാഹുൽ ഖൈർ, അഫ്കാറു സബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉദ്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ ഒരു അനുഗ്രഹീതമായ പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, അത്യാപത്തുകൾ, ദുരന്തങ്ങൾ, മുസീബത്തുകളിൽ നിന്നും എല്ലാവിധ നിന്നും അള്ളാഹു പൂർണ്ണമായി നാമെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മുസ്ലിങ്ങൾ, മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ അവരുടെ ഇടയിൽ പരസ്പരമുള്ള പല ബന്ധങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്കുള്ള സൗഹൃദ ബന്ധങ്ങളിൽ പാലിക്കേണ്ട മര്യാദകൾ, അതുപോലെ തന്നെ ഒരു മുസ്ലിം അല്ലാത്ത മറ്റ് സഹോദര സമുദായങ്ങളോട് പാലിക്കേണ്ട മര്യാദകൾ, അതുപോലെ തന്നെ സമൂഹത്തിനോടും നാട്ടുകാരോടും, അതുപോലെ തന്നെ ഓരോ മേഖലകൾക്കും വേണ്ടുന്ന കൃത്യവും വ്യക്തവും സമ്പൂർണവും സമഗ്രവുമായ ജീവിത പദ്ധതികൾക്ക് വേണ്ടുന്ന സാരോപദേശങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. അവിടുന്ന് പറഞ്ഞതായ ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അലി റളിയല്ലാഹു അൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തത്തുൻ ബിൽ മഅറൂഫ് യുസല്ലിമു അലൈഹി ഇദാ ലഖിയഹു വയുഹിബ്ബുഹു ഇദാ ദഅാഹു വയുശമ്മിതുഹു ഇദാ അത്തസ വയഊദുഹു ഇദാ മരിള വയത്തബഉ ജനാസതഹു ഇദാ മാത വയുഹിബ്ബു ലഹു മാ യുഹിബ്ബു ലിനഫ്സിഹി. റവാഹു ഇബ്നു മാജയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ആറ് കാര്യങ്ങളിൽ മാന്യത പുലർത്തേണ്ടതാണ്. ഒന്ന്, കണ്ടുമുട്ടിയാൽ അവന് സലാം പറയുക. മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോൾ അവർ പരസ്പരം സലാം പറയണം. പരസ്പരം മുസ്ലിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പരസ്പരം പറയുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഒരു ആയിട്ടാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞത്, അവൻ ക്ഷണിച്ചാൽ സ്വീകരിക്കുക. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിശേഷ ദിവസങ്ങളോ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ക്ഷണം നടത്തിയാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതും മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലുള്ള ബാധ്യതയിലും ആ ഒരു മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ മൂന്നാമതായി അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് മറുപടിയായി ഇർഹമുക്കല്ലാഹ്, അള്ളാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ എന്ന് പറയുക എന്നുള്ളതും മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. അഥവാ ഒരു മുസ്ലിം അവൻ്റെ തുമ്മലിൽ പോലും, അവൻ തുമ്മുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനെ സ്തുതിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദർശനമാണ് ഇസ്ലാം.
തുമ്മുമ്പോൾ ഒരു മുസ്ലിം അൽഹംദുലില്ലാ എന്ന് പറയുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അതൊരു ഇബാദത്താണ്. ഒരു തുമ്മുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പോലും അതൊരു ഗുണകരമായ കാര്യമാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഒരു മുസ്ലിം തുമ്മുന്നത് നാം കേട്ടാൽ അതിന് മറുപടിയായിട്ട് മറ്റൊരു മുസ്ലിം പറയണം, ഇർഹമുക്കല്ലാ, അള്ളാഹു താങ്കൾക്ക് ഗുണം ചെയ്യട്ടെ, താങ്കൾക്ക് അള്ളാഹു നന്മ ചെയ്യട്ടെ എന്ന് പറയണം. അപ്പോൾ ആ തുമ്മുന്ന വിഷയത്തിൽ പോലും പരസ്പരം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ബാധ്യതയുണ്ട്, ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റൊന്നായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം രോഗിയായാൽ അവരെ സന്ദർശിക്കുക എന്നുള്ളതും മുസ്ലിങ്ങളുടെ ഇടയിലുള്ള പരസ്പര ബന്ധങ്ങളിൽപ്പെട്ടതാണ്, ബാധ്യതയിൽപ്പെട്ടതാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്ന് പറയുന്നു, വയത്തബഉ ജനാസതഹു ഇദാ മാത, ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അവൻ്റെ ജനാസയെ പിന്തുടരുക എന്നുള്ളതും മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. ഒരു മുസ്ലിം മരണപ്പെട്ടു എന്ന് കേട്ടാൽ ആ ജനാസയെ സന്ദർശിക്കുകയും ആ അതിനെ പിന്തുടരുകയും അതിൻ്റെ മരണാനന്തര കർമ്മങ്ങളിലൊക്കെ പങ്കാളികളാകുകയും ചെയ്യുക എന്നുള്ളതും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു. അതുപോലെ ആറാമതായി അവിടെ നിന്ന് പറഞ്ഞത്, വയുഹിബ്ബു ലഹു മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് ഇഷ്ടപ്പെടുന്നതിനെ അവൻ മറ്റ് നമ്മുടെ സഹോദരനായ മുസ്ലിമിന് വേണ്ടിയും ഇഷ്ടപ്പെടുക. ആറാമതായി പറഞ്ഞ ഈ ഒരു വചനം സഹോദരങ്ങളെ, ബഹുമാനികളെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു നമ്മൾ എന്തെല്ലാം ഭൗതിക ജീവിതത്തിലും അതുപോലെ തന്നെ പാരത്രിക ജീവിതത്തിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുവോ അത് നമ്മുടെ സഹോദരൻ കൂടി ഇഷ്ടപ്പെടണം. ഇപ്പോൾ നാം ഒരു വീട് വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ എൻ്റെ അയൽവക്കത്ത് കിടക്കുന്ന നമ്മുടെ സഹോദരനും അള്ളാഹുവെ അവനും ഒരു വീടാകണമേ എന്ന് ആഗ്രഹിക്കണം. നാം ഒരു വാഹനം എടുക്കുമ്പോൾ അതിന് തത്തുല്യമായ ഒരു വാഹനം അള്ളാഹുവെ നമ്മുടെ സഹോദരങ്ങൾക്കും കൂടെ അത് ലഭിക്കട്ടെ. അത് നമ്മുടെ അയൽവക്കക്കാരായാലും നമ്മുടെ സഹോദരങ്ങളായാലും ബന്ധുക്കളായാലും നമുക്ക് ഭൗതികമായും പാരത്രികമായും ഒക്കെ എന്തെല്ലാം നന്മകളാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് ആഗ്രഹിക്കുന്നത്, അതുപോലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയും അത് ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഈ ഹദീസ് നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ട് ഈ ഹദീസ് വളരെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സൗഹാർദ്ദ ബന്ധത്തെയും സാഹോദര്യ ബന്ധത്തെയും മനസ്സിലാക്കി തരുന്ന ബാധ്യതകളെക്കുറിച്ച് നമ്മെ ഉണർത്തുന്ന ഒരു ഹദീസാണ്. എല്ലാവരും ഈ ഹദീസ് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിലുപരി അള്ളാഹുവിൻ്റെയും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആ മാതൃക, അള്ളാഹുവിൻ്റെ കൽപ്പനകളും പ്രവാചകൻ്റെ ജീവിത മാതൃകകളും ആ ഉപദേശങ്ങളും സരോപദേശങ്ങളും ഉത്ബോധനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഈ അനുഗ്രഹീതമായ ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ ഈ ദിവസത്തെ, ഈ പ്രഭാതം ഒരുപാട് നന്മകളും ഒരുപാട് സുഹൃതങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ തിന്മകളും അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന സർവ്വ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ അള്ളാഹു നാം ഏവരെയും അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും സലാമത്തും ഈ പ്രഭാതത്തിൽ അള്ളാഹു നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ. ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഞെരുക്കങ്ങളോ അപകടങ്ങളോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ പ്രഭാതത്തിലെ നാം കേട്ട ഈ ഹദീസിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഓസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.